ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാമേ. ആരെങ്കിലും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ ഇലിസ്ട്രേഷൻ 5 ആ പ്രോബ്ലം ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതില് നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം ദ ഫോളോയിങ് ബാലൻസസ് ഓഫ് ദി ഇയർ ending 31st December 2013 and additional information, prepare the trading and profit and loss account and the balance sheet, Moses Conhol and Sons. ഈ ഒരു പ്രോബ്ലം ആയിരുന്നു നമ്മൾ ഇന്നലെ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിലെ ഐറ്റംസ് ഏതൊക്കെയാന്ന് പറയാമോ? ക്യാപിറ്റൽ എവിടെയാ വരുന്നതെന്ന് പറയാമോ? ഒരു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. ആ പേജ് നമ്പർ എത്രയാവുന്നു? ക്യാപിറ്റൽ എവിടെയായിരുന്നു? പേജ് നമ്പർ എത്രയായിരുന്നു? അത് 119. നന്ദകിഷോർ ആദ്യമായിട്ടാണ് ക്ലാസ്സിൽ. നന്ദകിഷോർ എടുത്തോ? അടുത്തെടുത്തു. ഓക്കെ, അതില് ക്യാപിറ്റൽ ഐറ്റം എവിടെയാ നമ്മള് പോസ്റ്റ് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റില്. ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിലല്ലേ ക്യാപിറ്റൽ വരുന്നത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇവിടെ. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ്. ദെൻ പർച്ചേസസ് എവിടെയായിരുന്നു? പർച്ചേസ് ട്രേഡിംഗിന്റെ ഡെബിറ്റ് സൈഡില്. ഓക്കെ, ട്രേഡിംഗിന്റെ ഡെബിറ്റ് സൈഡില്. സെയിൽസ്? സെയിൽസ് അതിന്റെ ക്രെഡിറ്റ് സൈഡില്. ഓക്കെ, റിട്ടേൺ ഔട്ട്വേർഡ്സ്? റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് വെച്ചാൽ പർച്ചേസ് റിട്ടേൺ ആണ് കേട്ടോ. റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ. അതായത് നമ്മുടെ ഇതിന് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെ, നമ്മൾ പർച്ചേസ് ചെയ്തതിന് നമ്മുടെ കയ്യിൽ നിന്ന് പോകേണ്ട ഔട്ട്വേർഡ്സ് ആണ്. അതാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. ബിൽഡിങ് അതെവിടെയാ? പർച്ചേസിങ് കുറയ്ക്കാം. ബിൽഡിങ്സ്
ബിൽഡിങ്സ് നമുക്ക് എന്താണ്? അത് നമുക്ക് അസറ്റ് ആണ്. അസറ്റ് ആണ്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിൽ. ആ. ഡെപ്റ്റേഴ്സ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ? ക്രെഡിറ്റ് സൈഡ്. അല്ല, ഡെപ്റ്റേഴ്സ് നമുക്ക് എന്താണ്? നമുക്ക് ക്യാഷ് തരാനുള്ളവരല്ലേ? തരാനുള്ളതൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അസറ്റ് ആണത്. ഡെപ്റ്റേഴ്സ് നമുക്ക് അസറ്റ് ആണ്. നമ്മൾ ഇന്നലെ ബാഡപ്സിന്റെ പ്രോബ്ലം ചെയ്തില്ലേ? ഓക്കെ ഓക്കെ. ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്തായിരിക്കും? എക്സ്പെൻസ് ആയിരിക്കും. അല്ല, ലയബിലിറ്റി ആയിരിക്കും. ലയബിലിറ്റി ആയിരിക്കും. ഫർണിച്ചർ. ഫർണിച്ചർ അസറ്റ് ആയിരിക്കും. വേജസ്. വേജസ് ട്രേഡിംഗ് അക്കൗണ്ട് ആണോ? ആ, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. റെന്റ്. റെന്റ് എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസ് ആണ്. എവിടെ വരും? P&L വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. ഇൻഷുറൻസ്. ഇൻഷുറൻസ് എന്താണ്? എക്സ്പെൻസ് ആണ്. അതെ. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. സാലറീസോ? സാലറീസ് പ്രോഫിറ്റ് ആൻഡ് ഡെബിറ്റ് സൈഡ് തന്നെ. അതന്നെ. ബാഡപ്സ് ഇന്നലെ ചെയ്തതല്ലേ? ബാഡപ്സ് മറ്റേ ബാഡപ്സിന്റെ ഡെബിറ്റ് സൈഡ് അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. ക്യാരേജ് ഓൺ പർച്ചേസ്. ട്രേഡിംഗ് കമ്മീഷൻ. കമ്മീഷൻ ക്രെഡിറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കമ്മീഷൻ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ കമ്മീഷൻ റിസീവ്ഡ് ആയിരിക്കും. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ക്യാഷ് ഇൻ ഹാൻഡ്. നമുക്ക് എന്താ ക്യാഷ് ഇൻ ഹാൻഡ്? അസറ്റ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് അതും അസറ്റ് ആണ്. സെയിൽസ് ടാക്സ് പെയ്ഡ്. സെയിൽസ് ടാക്സ് കളക്റ്റഡ്. അസറ്റ് ആയിരുന്നു. സെയിൽസ് ടാക്സ് പെയ്ഡ്, സെയിൽസ് ടാക്സ് കളക്റ്റഡും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാണിക്കേണ്ടത് ഇതിപ്പോ നമ്മള് 5000 പേ ചെയ്തു, 5000 3500 കളക്ട് ചെയ്തു. അപ്പൊ അതിൽ ഡിഫറൻസ് നിൽക്കുന്നില്ലേ? 1500. അതാണ് നമുക്ക് അസറ്റ്. അതായത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തതാണ് നമ്മള്. നിലവിൽ 3500 മതിയായിരുന്നു, പക്ഷെ നമ്മൾ 5000 പേ ചെയ്തു. അപ്പൊ 1500 അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു. അത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി അതിന്റെ ഡിഫറൻസ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. പേജ് നമ്പർ 119. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റോ? നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ മേലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക ചെയ്യുന്നത്. അതോ എവിടെ വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. ഇൻകം അല്ലേ അത്? ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയല്ലേ ചെയ്യുന്നേ? ഇപ്പൊ നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു, അതായത് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ മേലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി. അപ്പൊ നമുക്ക് ക്യാഷ് കിട്ടുകയല്ലേ ചെയ്തത്? അപ്പൊ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. ഇനി കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ, അതായത് നമ്മൾ ഇന്നലെ പഠിച്ചതിന്റെ
കുറെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അത് പോയിന്റ് ഔട്ട് ആയിട്ട് തന്നേക്കുന്നത്. ഇപ്പൊ ക്ലോസ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് 20,000. 20,000 രൂപ ക്ലോസ് സ്റ്റോക്ക് ആണ്. അപ്പൊ ക്ലോസ് സ്റ്റോക്ക് നമ്മൾ എവിടെയാ കാണിക്കുന്നത്? ഓർമ്മയുണ്ടോ? അഡീഷണൽ ഇൻഫർമേഷന് രണ്ട് എഫക്റ്റ് ഉണ്ട്. അപ്പൊ രണ്ട് അക്കൗണ്ടിൽ കാണിക്കണം അഡീഷണൽ ഇൻഫർമേഷൻസ്. ഇപ്പൊ ക്ലോസ് സ്റ്റോക്ക് നമ്മൾ എവിടെയൊക്കെ കാണിക്കണം? ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും ക്ലോസ് സ്റ്റോക്ക് കാണിക്കണം. നോട്ട് ചെയ്ത് വെച്ചോളൂ. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കണം. Then provide depreciation on building at the rate 5% and on furniture at 10%. അതായത് ബിൽഡിങ്ങിന്റെ മേലും ഫർണിച്ചറിന്റെ മേലും എന്താണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ബിൽഡിങ്ങിന്റെ എമൗണ്ട് 45,000 ആണ്. അപ്പൊ 45,000ന്റെ 5% നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാം. ദെൻ ഇതേ ഡിപ്രീസിയേഷൻ തന്നെ ബിൽഡിങ്ങിന് കാണിച്ചിരിക്കുന്ന അസറ്റിൽ നിന്ന് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കുറച്ച് കാണിക്കണം. അതുപോലെ തന്നെയാണ് ഫർണിച്ചറിന്റെ എമൗണ്ട് 7,000 ആണ്. ഈ 7,000ന്റെ 10% ഡിപ്രീസിയേഷൻ നമ്മൾ ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഫർണിച്ചറിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതും കുറച്ച് കാണിക്കുകയും വേണം. ഇങ്ങനെയാണ് രണ്ട് എഫക്ട് വരുന്നത്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എവിടെയാ നമ്മൾ കാണിക്കുക? എവിടെയാ കാണിക്കുക? ഷിൻഡോയ്ക്ക് ഓർമ്മയുണ്ടോ? ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇതില് സാലറീസിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ചെയ്യുന്നത്. ദെൻ അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ് ₹50. അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. ആ പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഷുറൻസിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഇത് അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും വേണം. ദെൻ അക്രൂഡ് കമ്മീഷൻ. അക്രൂഡ് കമ്മീഷൻ എവിടെ കാണിക്കണേന്ന് അറിയാമോ? നന്ദകിഷോറിന് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? എന്തൊക്കെയൊന്നും മിണ്ടുന്നില്ലല്ലോ. അക്രൂഡ് കമ്മീഷൻ. അക്രൂഡ് കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത്? കമ്മീഷന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുകയും അതുപോലെ തന്നെ നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുക. Then provide for managers commission at 5% on net profit after charging such commission. അതായത് നെറ്റ് പ്രോഫിറ്റ് മാനേജേഴ്സ് കമ്മീഷൻ ചാർജ് ചെയ്യുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ആണ്. മാനേജേഴ്സ് കമ്മീഷൻ ചാർജ് ചെയ്യുന്നത് അത് 5% ആണ്. ഇത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കാണിക്കേണ്ടതാണ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും കാണിക്കാം. ഇത്രയാണ് ഈ പ്രോബ്ലത്തിന്റെ എക്സ്പ്ലനേഷൻ ഉള്ളത്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. നിങ്ങൾക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് വരയ്ക്കാമോ? ഷിൻഡോ കേൾക്കുന്നുണ്ടോ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് വരയ്ക്കാമോ? നന്ദകിഷോർ ഒരെണ്ണം വരയ്ക്കാമോ? അറിയാമോ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റിന്റെ ലോസ് അക്കൗണ്ടിന്റെ അല്ലേ? അതന്നെ.
വരച്ചോ? ആ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്രേഡിംഗ് അക്കൗണ്ടിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. ആ ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട് 15,000. അപ്പൊ ആദ്യം എടുത്ത് എഴുതുക, പർട്ടിക്കുലേഴ്സിന്റെ കോളത്തിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 15,000 കാണിക്കുക. ഓക്കെ ആണോ? എഴുതി വെച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ലിങ്ക് ചെയ്യണം. എഴുതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ് പർച്ചേസസ്. അതായത് നമുക്ക് ഇവിടെ പർച്ചേസസ് തന്നിട്ടുണ്ട് 82,000. 82,000 കൂടെ നമുക്ക് വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്, റിട്ടേൺ ഔട്ട്വേർഡ്സും കൂടെ തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മള് പർച്ചേസിന്റെ നേരെ ഇന്നർ കോളത്തിൽ 82,000 രൂപ കാണിക്കാം. എന്നിട്ട് അതിന് തൊട്ട് താഴെ ലെസ് റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറഞ്ഞ് 1,000 കാണിക്കാം. മനസ്സിലായോ? എഴുതി. ഓക്കെ, എന്നിട്ട് അത് കുറച്ചിട്ട് 82,000 1,000 കുറച്ചിട്ട് 81,000 നമ്മൾ ഔട്ടർ കോളത്തിൽ കാണിക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഐറ്റം ആണ് പിന്നെ വേജസ്. ട്രേഡിംഗ് അക്കൗണ്ടിലെ വേറൊരു ഐറ്റം ആണ് വേജസ്. ഇപ്പൊ തൊട്ട് താഴെ വേജസ് എഴുതുക, എന്നിട്ട് ഔട്ടർ കോളത്തിൽ എമൗണ്ട് കാണിക്കുക 1,800. ഈ ഓർഡർ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോട്ടോ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുക, വേജസ്. നെക്സ്റ്റ് വരുന്ന ഐറ്റാണ് ക്യാരേജ് ഓൺ പർച്ചേസസ്. ക്യാരേജ് ഓൺ പർച്ചേസസ് 200. എഴുതിയോ? എഴുതി. പിന്നെ നമുക്ക് വരുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് നമുക്ക് വരുന്ന ഐറ്റം ആണ് സെയിൽസ്. സെയിൽസ് നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് 1,10,000 ആണ് നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട്. ഇപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞ 1,10,000 കാണിക്കാം. പിന്നെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് 20,000 കണ്ടോ? അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ആ തന്നിരിക്കുന്ന ആ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ട്രേഡിംഗ് അക്കൗണ്ടില് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് 20,000 കാണിക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില്. ഓക്കെ, എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യുക. അതായത് ഡെബിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യുക. കാൽക്കുലേറ്റർ ഉപയോഗിക്കരുതേ. 1,30,000. ഡെബിറ്റ് സൈഡ് എത്ര കിട്ടിയത്? നമുക്കതെ
പറഞ്ഞോ. 81,000, 1800, 200 അത്രയല്ലേ? ക്രെഡിറ്റ് സൈഡിൽ 15,000 വന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്. ആ ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000. 15,000 അത്രയല്ലേ വന്നോളൂ. അത്ര വരുന്നുള്ളൂ. അപ്പോൾ 98 വരുന്നുള്ളൂ. 98 വരുന്നു. ക്രെഡിറ്റ് സൈഡിൽ 1,30,000 കിട്ടിയായിരുന്നോ? ഓക്കെ. ഈ 1,30,000 98,000 കുറയ്ക്കുക. അപ്പൊ 32. അപ്പൊ 32,000. അതാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കുറവുള്ള സൈഡ് ഡെബിറ്റ് സൈഡ് അല്ലേ? അപ്പൊ അതെ. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ അവിടെ 32,000 കാണിക്കാം. ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ. എന്നിട്ട് രണ്ട് സൈഡ് 1,30,000 ആക്കുക. ശരി. ഓക്കെ ആണോ ഷിൻഡോ? നെക്സ്റ്റ് ആ 32,000 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഒരുമിച്ചാണോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചത്? സെപ്പറേറ്റ് ആണോ വരച്ചത്? ക്രെഡിറ്റ് സൈഡിലാണോ? ക്രെഡിറ്റ് സൈഡിൽ. നമുക്ക് ഡെബിറ്റ് സൈഡിലല്ലേ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓണോ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് കാണിക്കുക. ഓക്കെ, എഴുതിയോ? ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് വരുന്ന ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണ് റെന്റ്. റെന്റ് കാണിക്കുക 5,100. പിന്നെ വരുന്ന ഐറ്റമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് നമുക്കറിയാം, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അൺഎക്സ്പയർഡ് ഇൻഷുറൻസ് ₹50 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞിട്ടില്ലേ? അൺഎക്സ്പയർഡ് ഇൻഷുറൻസ് ₹50. അത് പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. സോ നമ്മളത് ഇൻഷുറൻസിന് കുറച്ച് കാണിക്കണം. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഇന്നർ കോളത്തിൽ 600 കാണിക്കുക. അതിന്റെ തൊട്ട് താഴെ ലെസ് അൺഎക്സ്പയർഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് 50 കാണിക്കുക. പ്രീപെയ്ഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ 600 ഇന്നർ കോളത്തിൽ കാണിക്കുക. ലെസ് അൺഎക്സ്പയർഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് 50 കാണിക്കുക. then അത് കുറച്ചിട്ടുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. കിട്ടിയോ? എഴുതിയോ? എഴുതി. ഓക്കെ. 550 കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ് സാലറീസ്. സാലറീസ് നമുക്കറിയാം, നമ്മളോട് അതിന്റെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് ₹1,000 എന്ന് പറഞ്ഞ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. കണ്ടോ?
ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. സോ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ടു സാലറീസ് എന്ന് പറഞ്ഞ് 12,500 ഇതിന്റെ ഇന്നർ കോളത്തിൽ കാണിക്കുക. പിന്നെ അതിന്റെ കൂടെ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ് എന്ന് പറഞ്ഞുകൊണ്ട് 1000 കാണിക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് അഡീഷണൽ കൊടുത്താണോ? അഡീഷണൽ ഔട്ട്സ്റ്റാൻഡിങ് ഇതിൽ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? പ്രീപെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ്. ശരി ശരി. ക്ലിയർ ആവുന്നില്ലല്ലോ. എന്തുണ്ടോ? $12,500 കൂടെ 1000 കൂട്ടി 13,500 കിട്ടിയില്ലേ? കിട്ടി. ഓക്കെ. പിന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് ഐറ്റം ആണ് ബാഡറ്റ്സ്. അതേപോലെ തന്നെ ബാഡറ്റ്സിന് നമുക്ക് ഫർദർ ബാഡറ്റ്സോ അല്ലെങ്കിൽ വേറെ ബാഡറ്റ്സോ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 ബാഡറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് എമൗണ്ട് കാണിക്കുക 200. ഏകദേശം നമുക്ക് ഇത് തന്നിരിക്കുന്ന എല്ലാ ഐറ്റവും നമ്മൾ എഴുതി. പിന്നെ നമുക്ക് വരുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മള് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫർണിച്ചറിന്റെ അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഡിപ്രീസിയേഷൻ പറഞ്ഞിരിക്കുന്നത് 5% ഓൺ ബിൽഡിംഗ്. അപ്പൊ നമുക്ക് ബിൽഡിങ്ങിന്റെ എമൗണ്ട് 45,000 ആണ് നമ്മൾ ബിൽഡിങ്ങിന്റെ എമൗണ്ട്. ആ ബിൽഡിങ്ങിന്റെ എമൗണ്ടിന്റെ 45,000ന്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുക. 45,000ന്റെ 5% എത്രയാണെന്ന് നോക്കാമോ? $2,250. 2,250. ഓക്കെ. അപ്പൊ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 2,250 കാണിക്കാം. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഔട്ടർ കോളത്തിലേക്ക് കാണിച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടെക്സ്റ്റില് ഇന്നർ കോളത്തില് കാണിച്ചെങ്ങനെ രണ്ടും കൂടെ കൂട്ടി വേണമെങ്കിൽ ഔട്ടർ കോളത്തിൽ കാണിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് കാണിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ദെൻ ഫർണിച്ചർ 10% പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫർണിച്ചറിന്റെ എമൗണ്ട് തന്നിരിക്കുന്നത് 7,000. അപ്പൊ 7,000ന്റെ 10% എന്ന് പറയുമ്പോ എത്രയാ? 7,000ന്റെ 10% 700. സോ ഒന്നിക്ക് അത് ഔട്ടർ കോളത്തിൽ 700 എഴുതുക, അല്ലെങ്കിൽ ബിൽഡിങ്ങും ഫർണിച്ചറും കൂടെ കൂട്ടിയിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. നമുക്ക് ഇനി വരുന്നത് ക്രെഡിറ്റ് സൈഡ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 500. പിന്നെ വരുന്ന ഐറ്റാണ് കമ്മീഷൻ. നമുക്ക് കമ്മീഷൻ ക്രെഡിറ്റ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് കമ്മീഷൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ റിസീവ്ഡ് ആണ്. അപ്പൊ 1,500 കമ്മീഷൻ തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. അക്രൂഡ് കമ്മീഷൻ ₹300. 300 rupees അക്രൂഡ് കമ്മീഷൻ കൂടി വന്നിട്ടുണ്ട്. സോ കമ്മീഷന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കുക അക്രൂഡ് കമ്മീഷൻ. 1,500. ദെൻ ആഡ് അക്രൂഡ് കമ്മീഷൻ 300. അപ്പൊ 1,500ന്റെ കൂടെ 300 കൂട്ടി 1,800 ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുക. ഇനി ഒന്ന് ബാലൻസ് ചെയ്യാമോ?
രണ്ട് സൈഡും കൂടെ ബാലൻസ് ചെയ്യാം. രണ്ട് 2,23,000. അത്രയും വരുമോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ മാത്രം ബാലൻസ് എടുത്താൽ മതി, ട്രേഡിംഗ് അക്കൗണ്ടിന്റെയും കൂടെ എടുക്കണ്ട. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ മാത്രം, ഗ്രോസ് പ്രോഫിറ്റ് തൊട്ടുള്ളത്, അതുപോലെ റെന്റ് എന്തോ 22,300 36,300. 22,300 34,300 കറക്റ്റാ. ബാക്കി അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാമോ? 15,000 12. 15,000 അത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ് പറഞ്ഞ് എഴുതുക. നമുക്കിവിടെ മാനേജേഴ്സ് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ നെറ്റ് പ്രോഫിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ് 12,000 കാണിക്കാം. ഷിൻഡോയ്ക്ക് കിട്ടുന്നുണ്ടോ? ഓക്കെ, എന്നിട്ട് രണ്ട് സൈഡും 34,300 ആക്കുക. അത്ര ഓക്കെ ആയോ? ഓക്കെ. ഇനി ഈ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ മാനേജേഴ്സ് കമ്മീഷൻ എന്നുള്ളത് ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുക. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ് 12,000 ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതുക. നമ്മൾ ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു, പക്ഷെ എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചില്ല. അതാണ് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ് 12,000 കാണിക്കുക. ഇനിയിപ്പോ നമ്മളോട് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ മാനേജേഴ്സ് കമ്മീഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഈ 12,000 കിട്ടിയില്ലേ, ഈ 12,000ന്റെ 5% ആണെങ്കിൽ 5% കണ്ടിട്ട് അത് ഈ നെറ്റ് പ്രോഫിറ്റിന് തൊട്ട് മുന്നേ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് കാണിച്ചിട്ട് അത് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് എഴുതാൻ കേട്ടോ. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ മാനേജേഴ്സ് കമ്മീഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന് മുന്നേ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടിയ ഈ 12,000ന്റെ 5% കണ്ടിട്ട് അത് ഈ 12,000 നിന്ന് കുറയ്ക്കണം. അതായിരിക്കും ഒറിജിനൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോ നമുക്ക് ആഫ്റ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 12,000ന്റെ ആഫ്റ്ററിന്റെ ഇക്വേഷൻ എന്നായിരുന്നു, ഓർമ്മയുണ്ടോ? 1/105. 5/105 ആണ് ഇക്വേഷൻ. അതായത് ഒറിജിനൽ, അതായത് നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു
5/105 ആണ് ഇക്വേഷൻ. അപ്പൊ അത് കണ്ടുപിടിക്കുക. 12,000ന്റെ 5/105 എത്രയാന്ന് കണ്ടുപിടിക്കുക. കിട്ടിയോ? 571 കിട്ടിയോ? കാൽക്കുലേറ്റ് ചെയ്തോ? കുര്യാക്കോസിന് കിട്ടിയില്ല? കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞില്ല. ഓക്കെ. ഷിൻഡോയ്ക്ക് കിട്ടിയോ? ഇല്ല. മാനേജേഴ്സ് കമ്മീഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ് കണ്ടുപിടിച്ചില്ലേ? ആ. 12,000ന്റെ 5/105 കണ്ടുപിടിച്ചോ? 571. 570. ഷിൻഡോയ്ക്ക് കിട്ടിയോ? ആ. ഓക്കെ. ഇനി ഈ 12,000ത്തിന് ഈ 571 കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ മാനേജർ കമ്മീഷൻ എന്ന് പറയുന്നത്. പന്ത്രണ്ടായിരത്തിന്ന് 571 കുറയ്ക്കാം. ഓക്കെ. 11,429 ഡെബിറ്റ് സൈഡില് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക. 11,429 ഇതാണ് നമ്മുടെ ഒറിജിനൽ നെറ്റ് പ്രോഫിറ്റ് കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡും 12,000 ആക്കിക്കൊള്ളുക. ഓക്കെ. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പൊ വരച്ചോളുക. ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഒക്കെ എഴുതിക്കൊള്ളുക. അവസാനം 31 December 2013. ലയബിലിറ്റി സൈഡ് റുപ്പീസ്, അസറ്റ് സൈഡ് റുപ്പീസ്. ഫോർമാറ്റ് വരയ്ക്കുക. വരച്ചോ? ആ. ഓക്കെ. നമുക്ക് ഫസ്റ്റ് ഐറ്റം തന്നിരിക്കുന്നത് ബാലൻസ് ഷീറ്റിലെ ഫസ്റ്റ് ഐറ്റം
ഒന്ന് പറഞ്ഞു ലിക്വിഡിറ്റി ഓർഡറിലും ഒന്ന് പെർമനൻസി ഓർഡറിലുമാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ലിക്വിഡിറ്റി ഓർഡറിലാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. അതേ ഓർഡറിൽ തന്നെ പ്രിപ്പയർ ചെയ്താലും മതി. ആദ്യം നമുക്ക് വരുന്ന ഐറ്റം ആണ് ക്യാഷ് ഇൻ ഹാൻഡ്. അസറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം ആണ് ക്യാഷ് ഇൻ ഹാൻഡ്. അത് 5000 കാണിക്കുക. നെക്സ്റ്റ് ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക് 25,000 കാണിക്കുക. പിന്നെ നമുക്ക് വരുന്ന ഐറ്റം ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് ക്ലോസിംഗ് സ്റ്റോക്ക് 20,000 കാണിക്കുക. ഞാൻ പറഞ്ഞു അഡീഷണൽ ഇൻഫർമേഷൻ 2 എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിച്ചു, പിന്നെ ഇതേ ബാലൻസ് ഷീറ്റിലും കാണിച്ചു. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് 20,000 കാണിക്കുക. പിന്നെ ബാലൻസ് ഷീറ്റിൽ വരുന്ന അടുത്ത ഐറ്റം ആണ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് 20, 100. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു സെയിൽസ് ടാക്സ് പെയ്ഡ്, സെയിൽസ് ടാക്സ് കളക്റ്റഡ് എന്ന്. നമ്മള് 5,000 രൂപ സെയിൽസ് ടാക്സ് പേ ചെയ്തു, പക്ഷെ 3,500 രൂപയായിരുന്നു പേ ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റിൽ അഡ്വാൻസ് സെയിൽസ് ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് 1,500 കാണിക്കാം. ഇനിയിപ്പോ അത് എന്താണെന്ന് പിന്നെ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് സെയിൽസ് ടാക്സ് പെയ്ഡ് മൈനസ് സെയിൽസ് ടാക്സ് കളക്റ്റഡ് എന്ന് അതിന്റെ ബ്രാക്കറ്റിൽ ഒന്ന് കാണിച്ചോളുക. എഴുതിയോ? ഓക്കെ. ജസ്റ്റ് എമൗണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ കേട്ടോ. 5,000 മൈനസ് 3,500 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ് നോക്കിയാൽ മനസ്സിലാവാനായിട്ട്. പിന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് ഐറ്റം ആണ് അക്രൂഡ് കമ്മീഷൻ. അക്രൂഡ് കമ്മീഷൻ നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിരിക്കുന്നത്. അക്രൂഡ് കമ്മീഷൻ ₹300. എന്താ അക്രൂഡ് കമ്മീഷൻ എന്ന് അറിയാമോ? അക്രൂഡ് ഇൻകം നമ്മൾ പഠിച്ചതാണ് അല്ലെ? എന്താണ് ശരിക്കും ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താണ് നിലവിൽ നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ നമ്മളെ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ സെക്യൂരിറ്റീസിൽ നിന്ന് ഇൻകം കിട്ടുന്നത് അല്ലെങ്കിൽ ഷെയർസിൽ നിന്ന് ഇൻകം കിട്ടുന്നത്, അതിൽ നിന്നൊക്കെ നമുക്ക് ഷെയർസിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടി, പക്ഷെ എന്താ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല. അതാണ് നമുക്ക് അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ അക്രൂഡ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷൻ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിലവിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല. അതാണ് അക്രൂഡ് കമ്മീഷൻ. അത് നമുക്ക് കിട്ടാനുള്ളതുകൊണ്ട് നമുക്ക് അത് അസറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളത് അസറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അക്രൂഡ് കമ്മീഷൻ 300. അത് നമ്മൾ ഓൾറെഡി കമ്മീഷനിൽ കാണിച്ചിട്ടില്ലേ? കമ്മീഷനിൽ അത് കുറച്ചല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നതിന് 2 എഫക്റ്റ് ഉണ്ട്. അക്രൂഡ് കമ്മീഷൻ നമ്മൾ ഓൾറെഡി കമ്മീഷന്റെ കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കാണിച്ചു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില്. അത് ഒരു എഫക്റ്റ്. ഈ നെക്സ്റ്റ് എഫക്റ്റ് വരുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ഒന്നെങ്കിൽ ഒരു എഫക്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിലും ഒരു എഫക്റ്റ് ബാലൻസ് ഷീറ്റിൽ വരും, അല്ലെങ്കിൽ ഒരെണ്ണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും, ഒരെണ്ണം ബാലൻസ് ഷീറ്റിൽ വരും. അങ്ങനെ 2 എഫക്റ്റ് എന്തായാലും വന്നിരിക്കും അഡീഷണൽ ഇൻഫർമേഷന്. അപ്പൊ നമുക്ക് അതാണ് അക്രൂഡ് കമ്മീഷൻ എന്ന് പറഞ്ഞ് 300 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്രീപെയ്ഡ് ഇൻഷുറൻസ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്നത് അൺഎക്സ്പെയർഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നിരിക്കുന്നത്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീപെയ്ഡ് എന്താന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാണ്, എന്നാലും നമ്മൾ ചോദിക്കാം പ്രീപെയ്ഡ് എന്താന്ന് അറിയാമോ? അഡ്വാൻസ് ആയിട്ട് കൊടുത്ത അഡ്വാൻസ് ആയിട്ട് കൊടുത്താണ്. അപ്പൊ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടിരിക്കുന്നതാണ്.
നമുക്ക് അസറ്റ് ആയിട്ട് അവിടെ നിലനിൽക്കുന്നതാണ്. അപ്പൊ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അസറ്റ് ആയതുകൊണ്ട് പ്രീപെയ്ഡ് ഇൻഷുറൻസ് അസറ്റ് സൈഡില് 50 രൂപ കാണിക്കാം. ഓൾറെഡി നമ്മൾ എന്താണ് ഇൻഷുറൻസിന് ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കുറച്ച് കാണിച്ചു. സോ അത് അസറ്റ് സൈഡിലും കാണിക്കാം. അപ്പൊ 2 എഫക്റ്റ് വന്നു അതിന്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിപ്രീസിയേഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഒന്ന് ബിൽഡിങ്ങിന്റെ മേളിലും ഒന്ന് ഫർണിച്ചറിന്റെ മേളിലും ആണ് ചാർജ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് തന്നിരിക്കുന്ന 2 അസറ്റും എന്താണ്, ബിൽഡിങ്ങും ഫർണിച്ചറാ. ഇപ്പൊ ബിൽഡിങ്ങിന്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക 45,000. ദെൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 2250 കാണിച്ചിട്ടുണ്ട്. ആ 2250 ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ വാല്യൂവിൽ നിന്ന് കുറച്ച് കാണിക്കുക. ഡിപ്രീസിയേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്ത് വരുന്നതാണ് ഡിപ്രീസിയേഷൻ. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കുകയോ അല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ടു പോവുകയോ അങ്ങനെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ അതിന്റെ വാല്യൂ കുറയും. ആ വാല്യൂ കുറയുന്ന എമൗണ്ടിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ ബിൽഡിംഗ് 45,000 കാണിക്കുക, ലെസ് ഡിപ്രീസിയേഷൻ 2250 കാണിക്കുക. 45,000 നിന്ന് 2250 കുറച്ചിട്ടുള്ള 42,750 ഔട്ടർ കോളത്തിൽ കാണിക്കുക. അതുപോലെ തന്നെയാണ് ഫർണിച്ചറിന് എഴുതുക, അതിന്റെ നേരെ ഇന്നർ കോളത്തിൽ എമൗണ്ട് 7,000 കാണിക്കുക, പ്ലസ് ഡിപ്രീസിയേഷൻ കാണിക്കുക 700. 7,000 നിന്ന് 700 കുറച്ചിട്ടുള്ള 6,300 ഔട്ടർ കോളത്തിൽ കാണിക്കുക. അസറ്റ് സൈഡ് ഓക്കെ ആണോ? കഴിഞ്ഞോ? ഫിരീക്കസ് കഴിഞ്ഞോ? ഓക്കെ, അല്ല ഇനി ലയബിലിറ്റി സൈഡും കൂടെ പോസ്റ്റ് ചെയ്യണം. ലയബിലിറ്റി സൈഡിൽ നമുക്ക് ആദ്യത്തെ ലിക്വിഡിറ്റി ഓർഡർ ആയതുകൊണ്ട് ആദ്യത്തെ ഐറ്റം വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് 28,000 കാണിക്കുക. പിന്നെ നമുക്ക് വരുന്നത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ₹1,000. ഔട്ട്സ്റ്റാൻഡിങ് എന്തായിരുന്നു? ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ കൊടുക്കാനുള്ള സാലറി ആയിരുന്നു, പക്ഷെ എന്താ കൊടുത്തിട്ടില്ല. ഇത് കറണ്ട് ഇയർ കൊടുക്കേണ്ട എക്സ്പെൻസ് കൊടുക്കാതിരിക്കുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി 1,000. സോ നമ്മൾ അത് ഓൾറെഡി സാലറിയുടെ കൂടെ ആഡ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചു. കൊടുക്കാനുള്ളതായിരുന്നു, പക്ഷെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സാലറിയുടെ കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കാണിച്ചു. സോ ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 1,000 കാണിച്ചു. അങ്ങനെ 2 എഫക്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്ങിന് വന്നു. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഐറ്റം ആണ് മാനേജേഴ്സ് കമ്മീഷൻ. നമ്മൾ ഓൾറെഡി മാനേജേഴ്സ് കമ്മീഷൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 571 മാനേജേഴ്സ് കമ്മീഷൻ 571. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ്, ലാസ്റ്റ് ഐറ്റം ആണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ നമുക്ക് തന്നിട്ടുണ്ട് 80,000 ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ആ ക്യാപിറ്റല് ഇന്നർ കോളത്തിൽ കാണിക്കുക. അതിന്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടി കാണിക്കണം? നെറ്റ് പ്രോഫിറ്റ് കൂട്ടി കാണിക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞ് 11,429 രൂപ ഓൾറെഡി നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നെറ്റ് പ്രോഫിറ്റ് ഈ
ക്യാപിറ്റലിന് കൂടെ ആഡ് ചെയ്ത് കാണിക്കുക. 80,000 പ്ലസ് 11,429 91,429 കാണിക്കുക ഔട്ടർ കോളത്തിലേക്ക്. എന്നിട്ട് ബാലൻസ് ഷീറ്റ് ഒന്ന് ബാലൻസ് ചെയ്യുക. രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ഇതിന്റെ ചാപ്റ്ററിന്റെ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് എടുത്തൊന്ന് ചെയ്ത് നോക്കിക്കോണം. അപ്പൊ നമുക്ക് കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിന് കൂടുതൽ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ പല ഐറ്റത്തിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് ചെയ്ത് നോക്കിക്കോണേ. ബാലൻസ് ചെയ്ത് കിട്ടിയോ? ഒരു 1,21,000. 1,21,000 ഷിൻഡോയ്ക്ക് കിട്ടിയോ? ഓക്കെ. പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്റർ ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പേജ് നമ്പർ 136. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ 139. 136. എടുത്തോ? ഓക്കെ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, NPOs. അതായത് പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ലാത്ത ഓർഗനൈസേഷൻസ് ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. You must have come across organizations which are not engaged in business activities. Business activities engaged അല്ലാത്ത ഓർഗനൈസേഷൻസ് ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. Their objective is to make profits but to provide service. അവരുടെ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന്, അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നതല്ല അവരുടെ ഒബ്ജക്റ്റീവ്. എന്താണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Examples of such organizations are schools, hospitals, charitable institutions, welfare societies, clubs, public libraries, resident welfare association, sports club, etc. ഇത്രയാണ് നമ്മുടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NPOs എന്ന് പറയുന്നത്. ചിലപ്പോൾ NPOs എന്ന് മാത്രമേ തരുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ സ്കൂളിന്റെ തരം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ, അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ആയിരിക്കും തരുന്നത് പ്രോബ്ലം ചെയ്യാനായിട്ട്. ജസ്റ്റ് അപ്പൊ നമ്മളത് ഊഹിച്ചോണം. അത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വേണ്ടി അതിന്റെ ഫൈനൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം തരുന്നതാണെന്ന് നമ്മൾ ഊഹിക്കണം. ഡയറക്റ്റ് ആയിട്ട് അത് അങ്ങനെ പറയില്ല. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനോ, അല്ലെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനോ ചിലപ്പോൾ ഡയറക്റ്റ് പറയില്ല. പക്ഷെ നമ്മളത് ഗസ് ചെയ്യണം, അത് ഇന്നതാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. These organizations provide services to their members and to the public in general. എന്താണ്? അവരുടെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ പബ്ലിക്കിനോ ആണ് എന്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Their main source of income is membership fees, subscription, donation, grant in aid. ഇതൊക്കെയാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. As the money is involved in the activities of this organization, they also maintain accounts. എന്താണ്? അവർക്ക് ഇങ്ങനെ ക്യാഷുകൾ, ഈ മണിയൊക്കെ ഈ ആക്ടിവിറ്റീസ് വഴി കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യണം? അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. These organizations prepare certain statements to ascertain the result in financial terms of their activities of a particular period.
വർഷത്തെ 1 year, ഇപ്പൊ ഒരു വർഷത്തെ അവരുടെ ആ പർട്ടിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഫിനാൻഷ്യൽ ടേംസ് അറിയാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിരിക്കണം? ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക അല്ലെങ്കിൽ മേക്ക് ചെയ്യുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? മെമ്പേഴ്സിന് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. The main source of income of this organization is not profit earned from purchase, sale of goods and services, but is admission fee, subscription, donation, grant in aid, etc. അതായത് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്താണ്? പർച്ചേസ് ചെയ്യോ അല്ലെങ്കിൽ സെയിൽ ചെയ്യോ ഇതിൽ നിന്നൊന്നും അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യുകയല്ല ചെയ്യുന്നത്. എന്താണ്? ഒന്ന് അവർക്ക് അഡ്മിഷൻ ഫീ കിട്ടുക, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടുക, ഡൊണേഷൻ കിട്ടുക, അല്ലെങ്കിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് കിട്ടുക. ഇതൊക്കെയാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. These organizations are managed by a group of persons elected by the members from among themselves. എന്താണ് ഈ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന ആരാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും, എലക്ട് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കും ഈ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ മാനേജിങ് കമ്മിറ്റി എന്ന് വിളിക്കുന്നത്. They also prepare their accounts following the same accounting principle. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന അതേ സെയിം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വെച്ച് തന്നെയാണ് എന്ത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുന്ന മെയിൻ അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ 3 എണ്ണമാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതില് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് വിച്ച് ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം പഠിക്കും. അതെന്താണ്? ക്യാഷിന്റെയും ബാങ്കിന്റെയും ട്രാൻസാക്ഷൻ ആണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരുന്നത്. ആ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് തന്നെയാണ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം. അത് വെച്ചിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പഠിക്കണം. ഈ 3 എണ്ണമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇതില് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. കണ്ടോ? പേജ് നമ്പർ 139. ഫോർമാറ്റ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് ഏത് മാസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദി ഇയർ എൻഡഡ് ഓൺ a date. ദെൻ നമ്മുടെ ഡെബിറ്റ് സൈഡ് റെസീപ്റ്റ്സും എമൗണ്ട്, പേയ്മെന്റ് എമൗണ്ട്, ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റും ഡെബിറ്റ് സൈഡ് റെസിപ്റ്റും ആണ്. അപ്പൊ ബാലൻസ് ബ്രോഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്യാഷിന്റെയോ ബാങ്കിന്റെയോ ബാലൻസ് എത്രയാണോ കഴിഞ്ഞ വർഷത്തെ നിൽക്കുന്നത് അത് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുക. അതാണ് ഇവിടെ ബാലൻസ് ബ്രോഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് ബ്രോഡൗൺ എന്ന് എഴുതിയിട്ട് ക്യാഷ് എത്രയാണെന്ന് എഴുതുക, ബാങ്ക് എത്രയാണെന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഐറ്റം ആണ് ഡൊണേഷൻസ്. റെസിപ്റ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റം ആണ് ഡൊണേഷൻസ്. നമുക്കറിയാം നമുക്ക് വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്. ഇപ്പൊ ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഐറ്റം ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് അറിയാം. ദെൻ ലെഗസീസ്, അതായത് പാരമ്പര്യമായിട്ടൊക്കെ കിട്ടിയിട്ടുള്ളത് ആരെങ്കിലൊക്കെ എഴുതി കൊടുത്തൊക്കെ ഉണ്ടാവുമല്ലോ, സ്ഥലം അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാവും അത്. ദെൻ മെമ്പർഷിപ്പ് ഫീസ്, എൻട്രൻസ് ഫീസ്, സബ്സ്ക്രിപ്ഷൻസ്, ഡൊണേഷൻസ് ഓൾറെഡി പറഞ്ഞു, ലോക്കേഴ്സ് റെന്റ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതായത് ഇപ്പം പഴയ ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് ഒക്കെ ഇരിപ്പുണ്ട്, അത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയൊരു എമൗണ്ട്, അത് നമുക്ക് റെസിപ്റ്റ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ട്രസ്റ്റ് ഒക്കെ എന്തിന്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ കിട്ടുന്ന ഇൻട്രസ്റ്റ്. ദെൻ മിസ്ലിയനിയസ് റെസിപ്റ്റ്, വേറെ ഏതെങ്കിലുമൊക്കെ വകുപ്പിൽ കിട്ടുന്ന റെസിപ്റ്റ്. ദെൻ സെയിൽ ഓഫ് ഓൾഡ് പീരിയോഡിക്കൽസ്, അതായത് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ മാഗസീൻസോ അങ്ങനെ എന്തെങ്കിലും വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് സെയിൽ ഓഫ് ഓൾഡ് പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ റെസിപ്റ്റ് സൈഡിൽ വരുന്നത്. മെയിൻ ആയിട്ട് ഈ ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ, നമുക്ക് ഐറ്റം കാണുമ്പോൾ അറിയാം നമുക്ക് റെസിപ്റ്റ് ഏതാ പേയ്മെന്റ് ഏതാ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ പേയ്മെന്റ് സൈഡിൽ വരുന്നത് പർച്ചേസ് ഓഫ് അസറ്റ്, അതായത് ഇപ്പൊ ട്രസ്റ്റിലേക്കോ ക്ലബിലേക്കോ എന്തെങ്കിലും മേശയോ കസേരയോ അങ്ങനെയൊക്കെ മേടിക്കില്ലേ, അങ്ങനെയൊക്കെ മേടിക്കുന്നത്. പിന്നെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്മിനിസ്ട്രേഷനിലേക്ക് അല്ലെങ്കിൽ ഓഫീസ് യൂസിന് എന്തെങ്കിലും പ്രിന്റിങ്ങോ സ്റ്റേഷനറിയോ മേടിക്കുന്നത്. അതുപോലെ തന്നെ റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ്,
നമുക്കറിയാം മെയിൻ്റെനൻസ് ഒക്കെ വരും. ദെൻ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസീൻസ് ഇതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നതാണ്, അതുകൊണ്ട് നമുക്ക് പേയ്മെന്റ് ആണ്. റെന്റ് ആൻഡ് ടാക്സസ്, ദെൻ പോസ്റ്റേജ്, ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, നമ്മൾ അടയ്ക്കുന്നതാണ്, ഒരു മാസം അടയ്ക്കുന്നതാണ്. ദെൻ കൺവെയൻസ് ചാർജസ്, ദെൻ ഹോണറേറിയം, ചാരിറ്റി, ഇൻഷുറൻസ് പ്രീമിയം, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്, അതായത് നമ്മുടെ ഈ സ്പോർട്സ് ക്ലബ് ഒക്കെ ആണെങ്കിൽ ഗ്രൗണ്ട് ഒക്കെ ക്ലീൻ ചെയ്യില്ലേ, അതാണ്. ടെലിഫോൺ ചാർജസ്, ദെൻ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കുക. ദെൻ ബാങ്കിന്റെ ആണെങ്കിൽ ബാങ്കിന്റെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കുക. അതാണ് ഇവിടെ. ഇത്രയാണ് നമ്മുടെ ഫോർമാറ്റ് ഓഫ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുന്നത്. ജസ്റ്റ് ഐറ്റം ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. എടുക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ, 9 മണിയായില്ലേ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നാളെ ജസ്റ്റ് ഇതൊക്കെ ആയിട്ട് നാളെ സൺഡേ അല്ലേ, നാളെ കാണില്ല, മൺഡേ കാണും. ഓക്കെ, അപ്പം ജസ്റ്റ് ഐറ്റംസ് ഒക്കെ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വരിക. നമുക്ക് പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക്സ്. ഓക്കെ.